Assalamu alaikum. In the last class, we have learned about a magnetic induction, induced magnetism, then magnetic flux density. Okay, so today we are going to learn about the magnetic induction in soft iron and steel. സോഫ്റ്റ് അയണിലും സ്റ്റീലിലും എങ്ങനെയാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്താണ് ആ ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ ആ ഒരു കോണ്ടാക്റ്റ് മൂലം ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിന് ലഭിക്കുന്ന ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ നമ്മളൊരു മാഗ്നറ്റിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കോണ്ടാക്റ്റ് മൂലം എന്ത് കിട്ടുന്നു, അതിന് ആ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നു. അതാണ് നമ്മളെന്തെന്ന് പറയുന്നത്, magnetic induction or the phenomenon of a magnetic substance acquiring magnetism due to the presence of a magnet. ഒരു മാഗ്നറ്റിൻ്റെ പ്രസൻസ് കൊണ്ട് എന്ത് ചെയ്യുന്നു, ആ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആ മാഗ്നറ്റിസം എന്ന് പറയുന്ന പ്രോപ്പർട്ടി അക്വയർ ചെയ്യുന്നു അല്ലേ. അതായത് ഇപ്പോൾ ഇതൊരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്, ഇതൊരു മാഗ്നറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോണ്ടാക്റ്റ് മൂലം ഇതിന് എന്ത് കിട്ടുന്നു, ആ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്ന ആ ഒരു ഫിനോമിനനാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ സോഫ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ. അപ്പം മാഗ്നറ്റിക് ഇൻഡക്ഷൻ സോഫ്റ്റ് അയണിലും സ്റ്റീലിലും എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ടൊരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ അതായത് നമ്മൾ അയൺ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന നെയിൽസ് എടുക്കുക. ഓക്കെ, സോ നമ്മൾ ഒരു ബാർ മാഗ്നറ്റ് ഒരു ബാർ മാഗ്നറ്റ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, രണ്ട് ബാർ മാഗ്നറ്റ്സ്. ഇവിടെ നമ്മൾ നെയിൽസ് എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ നെയിൽസ് കൊണ്ടുവരുവാണ്. ഈ ബാർ മാഗ്നറ്റിനടുത്തേക്ക് എന്ത് കൊണ്ടുവരുന്നു, നമ്മൾ ഈ ബാർ മാഗ്നറ്റിനടുത്തേക്ക് കുറച്ച് നെയിൽസിനെ കൊണ്ടുവരുന്നു. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ പോൾസ് കൊടുക്കാം, സൗത്ത് നോർത്ത്. അപ്പോൾ എപ്പോഴും നമ്മൾ മാഗ്നറ്റ്സ് വരയ്ക്കുമ്പോൾ അതിൻ്റെ പോൾസും കൂടെ വരയ്ക്കുക. ഓക്കെ, രണ്ട് മാഗ്നറ്റ്സ് എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അയൺ കൊണ്ടുണ്ടാക്കിയ കുറച്ച് നെയിൽസ് ഇവിടെ കൊണ്ടുവരുന്നു. എന്താണ്, അയൺ ഉണ്ടാക്കിയിട്ടുള്ള കുറേ നെയിൽസ്. അപ്പം നമുക്ക് ഇത് അയൺ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള നെയിൽസ് ആണല്ലോ. അയൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണെന്ന് പറയുന്നത് അയൺ എന്ന് പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ ഈ ഒരു അയണിനെ നമ്മളിങ്ങനെ ഇതിലേക്ക് എന്ത് ചെയ്യുക, കൊണ്ടുവരുമ്പോൾ ഇതങ്ങ് അട്രാക്റ്റ് ചെയ്യല്ലോ. ഇങ്ങനെ ഇതെന്ത് ചെയ്യും, ഈ നെയിൽസ് ഇതിലേക്ക് ഹാങ് ചെയ്തിങ്ങനെ കിടക്കും. അപ്പം നമുക്ക് 3 or 4 ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതിലേക്ക് നമുക്ക് ആ ഒരു അട്രാക്ഷൻ മൂലം, ഈ ഒരു മാഗ്നറ്റിൻ്റെ അട്രാക്ഷൻ മൂലം 3 or 4 അയൺ നെയിൽസിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് കൊണ്ടുവരുന്നത് എന്താണ്, നെയിൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റീൽ. അപ്പോൾ സ്റ്റീൽ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള നെയിൽസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഈ ഒരു ഇതെന്തുകൊണ്ടുണ്ടാക്കിയതാണ്, ഇത് അയൺ നെയിൽസ് ആണ്. അയൺ നെയിൽസ്, FE എന്ന് പറഞ്ഞാൽ അയൺ ആണെന്ന് അറിയാലോ ഞാൻ. അയൺ നെയിൽസും ഇവിടെ നമ്മൾ ഹാങ് ചെയ്തിട്ടുള്ള നെയിൽസ് എന്ന് പറയുമ്പോൾ അത് സ്റ്റീൽ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള നെയിൽസും ആയിരിക്കും. ഓക്കെ, സോ ദിസ് ആർ മെയ്ഡ് ഓഫ് സ്റ്റീൽ. ദിസ് നെയിൽസ് ആർ മെയ്ഡ് ഓഫ് സ്റ്റീൽ. അപ്പോൾ ഈ ഒരു അയൺ നെയിൽസ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്, അയൺ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നതും ഇതെന്ന് പറയുന്നത് സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന അയൺ നെയിൽസും ആണ്. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നോക്കേ, ഇത് നമുക്ക് മാഗ്നറ്റ്സ് വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി, ഇവിടെ നമ്പർ ഓഫ് നെയിൽസ് കൂടുതലാണ് അല്ലേ, അയൺ നെയിൽസിൻ്റെ നമ്പർ കൂടുതലും. ഇവിടെ നമുക്ക് മാക്സിമം 2 നോക്കി എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കി ഇവിടെ നോക്കി, ഇവിടെ അയൺ നെയിൽസ് വേണമെങ്കിൽ ഒരെണ്ണം കൂടെ ഒക്കെ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, കോൺടാക്റ്റിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് നെയിൽസ് കൂടുതലും, സ്റ്റീൽ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതിനകത്ത് നമ്പർ ഓഫ് നെയിൽസ് കുറവുമാണ്, അതിൻ്റെ അട്രാക്ഷൻ കുറവാണ്. സോ ആ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഹിയർ വി ക്യാൻ അറ്റാച്ച് മോർ പിൻസ് അല്ലേ, ഇവിടെ നമുക്ക് ഒരുപാട് പിൻസിനെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഹിയർ ദ മാഗ്നറ്റ് ക്യാൻ അട്രാക്ട് ഓൺലി ലെസ് നമ്പർ ഓഫ് നെയിൽസ്. ഇവിടെ ഈ സ്റ്റീൽ വെച്ചുണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് ലെസ് നമ്പർ ഓഫ് ലൈൻസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവിടെ നെയിൽസ് മാത്രമേ ഇവിടെ അട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോഴെന്താണ്, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ദർ ആർ 2 പ്രോപ്പർട്ടീസ് യു ഹാവ് ടു ലേൺ, ദാറ്റ് സസെപ്റ്റബിലിറ്റി ആൻഡ് റിട്ടൻറ്റിവിറ്റി. എന്താണ് സസെപ്റ്റബിലിറ്റി ആൻഡ് റിട്ടൻറ്റിവിറ്റി, എന്താണ് സസെപ്റ്റബിലിറ്റി, എന്താണ് റിട്ടൻറ്റിവിറ്റി? ഈ ഒരു എക്സ്പെരിമെൻറ്റ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സസെപ്റ്റബിലിറ്റിയും റിട്ടൻറ്റിവിറ്റിയും വളരെ എളുപ്പമാണ്. സസെപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നോക്കേ, ഇവിടെ നമ്മൾ അയൺ നെയിലായിരുന്നു ഫസ്റ്റ് എടുത്തത് അല്ലേ, അയൺ നെയിൽ എടുത്തു, മറ്റേതിൽ നമ്മൾ സ്റ്റീൽ നെയിലാണ് എടുത്തത്. അപ്പോൾ അയൺ നെയിൽ എടുത്തതിൽ എന്ത് ചെയ്യും, അയൺ നെയിൽ ഒത്തിരി നമ്പേഴ്സ് നമുക്ക് ഇതിലേക്ക് ആ മാഗ്നറ്റിലേക്ക് നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ മറ്റേ സ്റ്റീൽ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ലെസർ നമ്പർ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇനി നമ്മളൊരു കാര്യം ചെയ്യും, ഈ ബാർ മാഗ്നറ്റ് അങ്ങ് റിമൂവ് ചെയ്യുന്നു. ഈ ബാർ മാഗ്നറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് എടുത്ത് നമ്മളങ്ങ് റിമൂവ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ
ഇവിടുത്തെ ബാർ മാഗ്നറ്റ് റിമൂവ് ചെയ്യുന്നു. പക്ഷേ നമുക്ക് ഒരു കാര്യം കാണാൻ പറ്റും. എന്താ നമുക്ക് കാണാൻ പറ്റുന്ന വാട്ട് ദ ഒബ്സർവേഷൻ ഹിയർ? എന്താണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ ബാർ മാഗ്നറ്റ് എടുത്ത ഉടനെ തന്നെ ഈ അയൺ നെയിൽ എന്ത് ചെയ്യും? വന്ന് അത് ഡ്രോപ്പ് ആയിട്ട് അങ്ങ് വീഴും. അത് പിന്നെ അട്രാക്റ്റ് ചെയ്യുന്നില്ല. ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നിലനിൽക്കുന്നില്ല. പക്ഷേ ഇവിടെ സ്റ്റീൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ നെയിൽസ് നമ്മളിങ്ങനെ വെച്ചേക്കുവാണ്. അപ്പോൾ ഈ സ്റ്റീൽ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള അയൺ നെയിൽസ് എന്ത് ചെയ്യും? അത് കുറേ നേരത്തേക്ക് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്ത് തന്നെ നിൽക്കും. മനസ്സിലായോ? ആ ഡിഫറൻസ് മനസ്സിലായോ? അതായത് ഇവിടെ നമ്മൾ അയൺ വെച്ചിട്ടുള്ള here the nails are made up of iron and here the nails are made of steel വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള അയൺ നെയിൽസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ we just remove the bar magnet from here and we also remove this bar magnet from here. So നമ്മൾ after removing it എന്ത് ചെയ്യുന്നു? ഇത് ഡ്രോപ്പ് ആയിട്ട് അങ്ങ് പോകുന്നു. ഈ അയൺ നെയിൽസ് എന്ത് ചെയ്യുന്നു? ഡ്രോപ്പ് ആയിട്ട് പോകുന്നു. But here the nails are made up of steel does not drop. അത് ഡ്രോപ്പ് ആവുന്നില്ല. അതെന്ത് ചെയ്യും? കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ എന്ത് ചെയ്യും? അത് ഹാങ് ചെയ്ത് ഇങ്ങനെ കിടക്കും. മനസ്സിലായോ? അതായത് ഇവിടെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ മാഗ്നറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവിടെ നിലനിൽക്കുന്നില്ല. രണ്ടാമതിൽ ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഈ ഒരു ബാർ മാഗ്നറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം അവിടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നിലനിൽക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? സോ ദ എബിലിറ്റി ഓഫ് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ടു ഗെറ്റ് മാഗ്നറ്റൈസ്ഡ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ സസെപ്റ്റിബിലിറ്റി. അതായത് എന്താണ് സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ? അതായത് ഒരു മാഗ്നറ്റിൻ്റെ പ്രസൻസിൽ വേറൊരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക്സ് അക്വയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കോണ്ടാക്റ്റ് മൂലം കിട്ടുന്നു. അതിന് പെട്ടെന്ന് തന്നെ എന്ത് കിട്ടുന്നു? അതിന് ആ ഒരു മാഗ്നറ്റ് നമുക്കിവിടെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ ഒത്തിരി പിൻസ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റിയില്ലേ? അതായത് അയൺ നെയിൽ വെച്ചിട്ട് ആ ബാർ മാഗ്നറ്റിലേക്ക് ഒരുപാട് നെയിൽസ് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റി. The ability of a magnetic substance to get magnetized under the influence of the magnetic field is a susceptibility. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവിടെ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് മാഗ്നറ്റിക്സ് അക്വയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു പ്രോപ്പർട്ടിയാണ് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. റിട്ടൻറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടൻറ്റിവിറ്റി ഈസ് ദ എബിലിറ്റി ടു റിട്ടൈൻ മാഗ്നറ്റിസം ദസ് അക്വയർഡ്. അപ്പോൾ ഇവിടെ രണ്ടാമത് നമ്മൾ എക്സ്പെരിമെൻറ്റിൽ പറഞ്ഞില്ലേ, സ്റ്റീൽ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന നെയിൽസിൽ നമ്മൾ ഈ മാഗ്നറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം ഇതിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അതിനെ റിട്ടൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, നിലനിർത്താൻ പറ്റുന്നുണ്ട് ആ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് റിട്ടൻറ്റിവിറ്റി. അപ്പം സസെപ്റ്റിബിലിറ്റി ആൻഡ് റിട്ടൻറ്റിവിറ്റി. സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ടു ഗെറ്റ് മാഗ്നറ്റൈസ്ഡ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നു. അതാണ് സസെപ്റ്റിബിലിറ്റി. റിട്ടൻറ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? റിട്ടൻറ്റിവിറ്റി എന്ന് പറയുമ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അതിന് റീറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറേ നേരത്തേക്ക് അതിനെ റീറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ സച്ച് പ്രോപ്പർട്ടി ഈസ് കോൾഡ് റിട്ടൻറ്റിവിറ്റി. So two properties are we learned, that is first property is the susceptibility and the second property is the retentivity. ഓക്കെ. അപ്പോൾ എന്താണ്? സോഫ്റ്റ് അയണിൽ എന്താണ്? റിട്ടൻറ്റിവിറ്റി കുറവാണല്ലേ? നിങ്ങൾക്ക് ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. സോഫ്റ്റ് അയൺ ഹാസ് വെരി ലോ റിട്ടൻറ്റിവിറ്റി ആൻഡ് സസെപ്റ്റിബിലിറ്റി ഈസ് വെരി ഹൈ. ലോ റിട്ടൻറ്റിവിറ്റിയാണ്. സോഫ്റ്റ് അയണിന് റിട്ടൻറ്റിവിറ്റി കുറവാണ്. സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? വളരെ കൂടുതലാണ്. ഏതിനാണ്? സോഫ്റ്റ് അയണ്. ദെൻ സ്റ്റീലിന് വെരി ഹൈ റിട്ടൻറ്റിവിറ്റി. സ്റ്റീൽ എന്തിന്? റിട്ടൈൻ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി ഉണ്ട്, അതിന് റിട്ടൻറ്റിവിറ്റി കൂടുതലാണ്. അപ്പോൾ എന്തായിരിക്കും? സസെപ്റ്റിബിലിറ്റി കുറവായിരിക്കും. ഓക്കെ, അത് നിങ്ങൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. സോഫ്റ്റ് അയൺ ഹാസ് വെരി ലോ റിട്ടൻറ്റിവിറ്റി ആൻഡ് ഹൈ സസെപ്റ്റിബിലിറ്റി. ദ സെക്കൻഡ് വൺ, സ്റ്റീൽ ഹാസ് ഹൈ റിട്ടൻറ്റിവിറ്റി ബട്ട് ലോ സസെപ്റ്റിബിലിറ്റി. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് മനസ്സിലാക്കുക. ദർ ഈസ് പെർമിബിലിറ്റി എന്ന് പറയുന്നൊരു പോർഷൻ ഉണ്ട്. ദ എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് പാസ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ത്രൂ ഇറ്റ് ഈസ് നോൺ ആസ് പെർമിബിലിറ്റി. അതായത് പെർമിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ ഒരു എബിലിറ്റിയാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ പാസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു സബ്സ്റ്റൻസിൻ്റെ എബിലിറ്റിയാണ് അതിൻ്റെ പെർമിബിലിറ്റി എന്ന് പറയുന്നത്. ഒന്നുമില്ല, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ പാസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു സബ്സ്റ്റൻസിൻ്റെ എബിലിറ്റിയാണ് പെർമിബിലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കുക. ഓക്കെ, അതായത് പെർമിബിലിറ്റി എന്ന് പറയുന്നത് സോഫ്റ്റ് അയൺ, അൾനിക്കോ, ദെൻ കൊബാൾട്ട്, ഇതിനൊക്കെ എന്താണ്? ഹൈ പെർമിബിലിറ്റിയാണ്. അതിനൊക്കെ എന്ത് കൂടുതലാണ്? അതിനൊക്കെ എന്ത് ചെയ്യാം? അത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ പാസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കഴിവ് അതിന് കൂടുതലായിരിക്കും. പിന്നീട് എയർ, ഗ്ലാസ്, അലൂമിനിയത്തിനൊക്കെ എന്താണ്?
പുവർ റിട്ടൻറ്റിവിറ്റി, പുവർ പെർമബിലിറ്റി ആയിരിക്കും. അപ്പോൾ എല്ലാം കൂടെ തിരിഞ്ഞു പോകരുത്. സസെപ്റ്റബിലിറ്റി, റിട്ടൻറ്റിവിറ്റി, പെർമബിലിറ്റി. പെർമബിലിറ്റി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ പാസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു സബ്സ്റ്റൻസിൻ്റെ കഴിവാണ് പെർമബിലിറ്റി എന്ന് പറയുന്നത്. സോഫ്റ്റ് അയൺ, അൽനിക്കോ, കൊബാൾട്ടിനൊക്കെ എന്ത് കൂടുതലാണ്? പെർമബിലിറ്റി കൂടുതലാണ്. എയറിന്, പ്ലാസ്റ്റിക്കിനും ഒക്കെ എന്ത് കുറവാണ്? പെർമബിലിറ്റി കുറവാണ്. ഓക്കെ, ദെൻ വൺ മോർ പോർഷൻ എക്സിസ്റ്റ്, ഇലക്ട്രോ മാഗ്നറ്റ്. ഒരു പോർഷനും കൂടെ ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പം മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ അതിന് നോർത്ത് പോളുണ്ട്, സൗത്ത് പോളുണ്ട്, അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒന്നുമില്ല, ഇലക്ട്രിസിറ്റി നമ്മൾ പാസ് ചെയ്യുമ്പം എന്ത് കിട്ടുന്നു? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് മൂലം ഒരു സബ്സ്റ്റൻസിന് എന്ത് കിട്ടുന്നു? ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നു. അതാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളുടെ ടെക്സ്റ്റിനകത്തൊരു ഫിഗർ ഉണ്ട് 13.5. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റ്സ് ക്യാൻ ബി മെയ്ഡ് പാസിംഗ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ദ ഇൻസുലേറ്റഡ് കോപ്പർ വയർ. ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയറിലൂടെ. ഓക്കെ, ഞാൻ ടെക്സ്റ്റിനകത്തൊരു പിക്ചർ പോലെ കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കോപ്പർ വയറിലൂടെ ഇവിടെ ഒരു നെയിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഒരു നെയിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഒരു നെയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് ഇങ്ങനെ കോപ്പർ വയർ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ബാറ്ററി ഉണ്ട്. എന്നിട്ട് ഇത് കണക്ട് ചെയ്തേക്കുവാണ്. ഓക്കെ, അപ്പോൾ ഒരു എന്താണ് ഇൻസുലേറ്റഡ്, ഇതൊരു നെയിലാണ് കേട്ടോ. ഇതിൽ പുറത്ത്, ഇത് നെയിലിൻ്റെ പുറത്താണ് എന്ത് ഇട്ടേക്കുന്നത്? ഈ ഒരു ഇൻസുലേറ്റഡ് വയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവ് ചാർജ്, ഇത് നെഗറ്റീവ് ചാർജ്, അതറിയാമല്ലോ. സോ ഇലക്ട്രോ മാഗ്നറ്റ്സ് ക്യാൻ ബി മെയ്ഡ് ബൈ പാസിംഗ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ദ ഇൻസുലേറ്റഡ് കോപ്പർ വയർ അറൗണ്ട് എ സോഫ്റ്റ് അയൺ പീസ്. ഇതൊരു സോഫ്റ്റ് അയൺ പീസാണ്, അതിനുള്ളിലൊരു സോഫ്റ്റ് അയൺ പീസാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതൊരു സോഫ്റ്റ് അയൺ പീസാണ്. അപ്പോൾ ഈ സോഫ്റ്റ് അയൺ പീസിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഇങ്ങനെ ചുറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? എന്നിട്ട് ഇതിലേക്കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പം ഇതെന്തായിട്ട് മാറുന്നു? ഒരു മാഗ്നറ്റായിട്ട് മാറുന്നു. ദാറ്റ് ഈസ് ദ ഇലക്ട്രോ മാഗ്നറ്റ്. ഇലക്ട്രോ മാഗ്നറ്റ്സ് ക്യാൻ ബി മെയ്ഡ് ബൈ പാസിംഗ് ഇലക്ട്രിക് കറണ്ട് ത്രൂ എ ഇൻസുലേറ്റഡ്, അതായത് ഇലക്ട്രിക് കറണ്ട് ഇതിലേക്കൂടെ പാസ് ചെയ്യുന്നു. ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഒരു സോഫ്റ്റ് അയണിന് എന്ത് ചെയ്യുന്നു? ചുറ്റും നമ്മളിങ്ങനെ ചുറ്റി വെച്ചേക്കുന്നു. എന്നിട്ട് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പം എന്ത് ചെയ്യുന്നു? ഇതിന് ആ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നു. ദാറ്റ് ഈസ് ദ ഇലക്ട്രോ മാഗ്നറ്റ്. സോ എങ്ങനെയൊക്കെയാണ് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ദ സ്ട്രെങ്ത് ഓഫ് ദ ഇലക്ട്രോ മാഗ്നറ്റ്സ് മെയ്ഡ് ഇൻ ദിസ് വേ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽഡ് കണ്ടക്ടർ. ഇതിനകത്ത് ഈ ടേൺസിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ സ്ട്രെങ്ത്, ഈ ഒരു മാഗ്നറ്റിൻ്റെ സ്ട്രെങ്തും കൂടി വരുന്നു. ദെൻ ദ സ്ട്രെങ്ത് ഓഫ് ദ കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ചും അതിൻ്റെ ഒരു മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കൂടി വരുന്നു. ദെൻ ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സോഫ്റ്റ് അയൺ പ്ലേസ്ഡ് ഇൻ ഇൻസൈഡ് ദ കോയിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തായിട്ട് നമ്മൾ ഈ കോയിലിൻ്റെ അകത്തായിട്ട് എന്ത് വെച്ചിട്ടുണ്ട്? ഒരു സോഫ്റ്റ് അയൺ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഏരിയയും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ്സിനെ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്? നമുക്ക് തന്നെ ഉണ്ടാക്കുക. ഒരു സോഫ്റ്റ് അയൺ പീസ് എടുക്കുക, എന്നിട്ട് അതിന് ചുറ്റും ഒരു എന്ത് കോയിലാണ്? ഇൻസുലേറ്റഡ് കോപ്പർ വയറിങ്ങിനെ ചുറ്റി വെക്കുക. എന്നിട്ട് അതിന് കറണ്ട് പാസ് ചെയ്യിപ്പിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതിനെ ഇലക്ട്രോ മാഗ്നറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ടേൺസിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റും. ഇതിലേക്ക് ആ ടേൺസിൻ്റെ എണ്ണം കൂട്ടി അതിൻ്റെ സ്ട്രെങ്ത് കൂടും. കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടി അതിൻ്റെ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കൂടും. ദെൻ അതിൻ്റെ അകത്ത് വെച്ചേക്കുന്ന ആ സോഫ്റ്റ് അയൺ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയാലും അതിൻ്റെ ഒരു സ്ട്രെങ്ത് കൂടും. ഓക്കെ, സോ വി ഹാവ് കംപ്ലീറ്റഡ് അവർ മാഗ്നറ്റിസം ചാപ്റ്റർ. ഓക്കെ, മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പം എന്താണ്, കുറേ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ആസ്ക് മീ ത്രൂ ഫോൺ. നൗ വി ക്യാൻ വൈൻഡ് അപ്പ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.